വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. എൻ്റെ പേര് അപർണ. ഞാൻ പഠിപ്പിക്കുന്നത് +1 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ, പൊളിറ്റിക്കൽ സയൻസിലെ +1ൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എക്സാമിന് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് ദ ഫോളോവിങ്. അതൊരു ക്വസ്റ്റ്യൻ വരിക, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ മാച്ച് ദ ഫോളോവിങ് എന്ന് പറഞ്ഞ് വരിക. അതായത് മാച്ച് ദ ഫോളോവിങ് അഥവാ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിക്ക് വരിക. ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഏത് ടോപ്പിക്കാണെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഏത് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആശയങ്ങൾ കടമെടുത്തത് എന്നുള്ളത് ഷുവറായിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ നിന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു എന്നാണ് നമ്മൾ പഠിച്ചത്. ബ്രിട്ടനിൽ നിന്നാണ് നമ്മളിത് കടമെടുത്തത്. രണ്ടാമത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ കടമെടുത്തത്. പിന്നെ നമ്മൾ നോക്കിയത് ക്വാസി ഫെഡറൽ ഫോം, അതായത് ഫെഡറൽ സിസ്റ്റം നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു എന്നാണ് നമ്മൾ പഠിച്ചത്? കാനഡയിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാ? കാനഡ എന്നതാണ്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ ഏത് ആശയത്തിൽ നിന്ന് കടമെടുത്തു എന്ന് നമ്മൾ, ഏത് രാജ്യത്തിൻ്റെ ആശയത്തിൽ നിന്ന് കടമെടുത്തു എന്ന് നമ്മൾ പഠിച്ചത് എവിടെയാ? അയർലൻഡിൻ്റെ ആശയമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? നമ്മുടെ അമേരിക്കയിൽ നിന്നാണ്. പിന്നെ അർദ്ധ ഫെഡറേഷൻ നമ്മൾ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെ ഇതിൽ നിന്നാണ്? നമ്മുടെ കാനഡയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ അർദ്ധ ഫെഡറേഷൻ കടമെടുത്തത്. പിന്നെ ലാസ്റ്റ് വരുന്നത് നിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? നമ്മുടെ അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതാണ് ചേരുംപടി ചേർക്കയിൽ നമുക്ക് വരുന്ന ആൻസേഴ്സ്. നിങ്ങൾ ആ ഒരു ടോപ്പിക്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതൊക്കെ ആശയങ്ങൾ ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് കടമെടുത്തു എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഷുവറായിട്ട് പഠിക്കണം. കാര്യം അതിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് വരും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് 4 മാർക്ക് കിട്ടി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എക്സാമിന് ഒന്ന് ഓർത്ത് നോക്കിക്കേ. സോ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ എനി 3 ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ഭരണഘടനയുടെ 3 ഫങ്ഷൻസ്, അതായത് ഭരണഘടനയുടെ ഏതെങ്കിലും 3 കർത്തവ്യങ്ങൾ വിവരിക്കുക എന്ന് നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളതിന് എത്ര ഉത്തരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? നിങ്ങൾക്ക് 3 മാർക്ക് അതിൽ നിന്ന് കിട്ടും. എന്തൊക്കെയാണ് ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്? ഇറ്റ് ജനറേറ്റ്സ് എ ഡിഗ്രി ഓഫ് ട്രസ്റ്റ് ആൻഡ് കോർഡിനേഷൻ ദാറ്റ് ഈസ് നെസസറി ഫോർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ടു ലീവ് ടുഗെദർ. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ആവശ്യമായ വിശ്വാസത്തിൻ്റെയും ഏകോപനത്തിൻ്റെയും ഒരു കൽപ്പന ഇത് സൃഷ്ടിക്കുന്നു. അതായത് ഒന്നുമില്ല, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നാനാ തലത്തിലുള്ള ആളുകളൊക്കെ ഒന്നിച്ചുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരുമിച്ച് ജീവിക്കാനും അവർക്ക് ആവശ്യമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നതിനും ഒക്കെയുള്ള ആ ഒരു നിയമങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ ഭരണഘടനയുടെ കർത്തവ്യമാണ്. പിന്നെ ഇറ്റ് സ്പെഷ്യസ് ഹൗ ദ ഗവൺമെൻറ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ഹു വിൽ ഹാവ് പവർ ടു ടേക്ക് വിച്ച് ഡിസിഷൻ. അതായത് ഗവൺമെൻറ് എങ്ങനെ രൂപീകരിക്കണമെന്നും ആർക്കൊക്കെ ഏത് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുണ്ട് എന്നുമൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കർത്തവ്യത്തിലാണ് പറയുന്നത്. അതായത് ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതേപോലെ ഒരു രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ ആർക്കൊക്കെ അധികാരമുണ്ടെന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കർത്തവ്യത്തിലാണ്.
പിന്നെ ഇത് ഇറ്റ് ലേസ് ഡൗൺ ലിമിറ്റ്സ് ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ് ടെൽ us വാട്ട് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ. അതായത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ട് പൗരൻ്റെ അവകാശങ്ങൾ എന്താണ് എന്ന് നമ്മോട് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്ത്? ഗവൺമെൻറ്റിന് കുറച്ച് ലിമിറ്റേഷൻസ്, അവർ നമ്മളെ ഭരിക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് പൗരന്മാർക്ക് കുറച്ച് അവകാശങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഏതുവഴിയാണ്? നമ്മുടെ ഭരണഘടന നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ മറ്റൊരു കർത്തവ്യം എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് എക്സ്പ്രസസ് ദ ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾ അബൌട്ട് ക്രിയേറ്റിംഗ് എ ഗുഡ് സൊസൈറ്റി. അതായത് ഒരു നല്ല സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ജനങ്ങളുടെ അഭിലാഷങ്ങൾ ഇത് പ്രകടിപ്പിക്കുന്നത്. ഒരു നല്ല സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരം എന്തുവായിരുന്നു? ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഭരണഘടനയുടെ ഏതെങ്കിലും 3 കർത്തവ്യങ്ങളെ പറ്റിയിട്ട് വിവരിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവരിക, അതേപോലെ ഗവൺമെൻറ് എങ്ങനെ രൂപീകരിക്കണം, ആർക്കൊക്കെ എന്ത് അധികാരം നൽകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ ഭരണഘടനയുടെ കർത്തവ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ട് മൗലിക അവകാശങ്ങൾ, പൗരൻ്റെ അവകാശങ്ങളെ പറ്റി പറയുന്നത് ആരാണ്? നമ്മുടെ ഭരണഘടനയാണ്. പിന്നെ നമ്മൾ പറയേണ്ടത് ഏതാ? ഒരു നല്ല സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള ജനങ്ങളുടെ അഭിലാഷങ്ങളെയാണ് ആര് പ്രകടിപ്പിക്കുന്നത്? ഭരണഘടന പ്രകടിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഭരണഘടനയുടെ കർത്തവ്യങ്ങളിൽ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ 3 മാർക്കിനാണെങ്കിൽ ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി. അതിൽ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഓഫ് ടൈമാണ്, 3 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 4 മാർക്കിന്, ഒരു 3 മാർക്കിനാണെങ്കിൽ ഒരു 4 പോയിന്റ് അത്രയും മതി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്മൾ പോകാൻ പോകുന്നത് ഏതാ? Following are some of the provisions borrowed to Indian Constitution from the Constitution of other countries. Find out relevant countries. അതായത് മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്ത ചില വ്യവസ്ഥകൾ താഴെ കൊടുക്കുന്നു. പ്രസക്തമായ രാജ്യങ്ങൾ കണ്ടെത്തുക. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ കടമെടുത്തിട്ടുള്ള ആ ഒരു രാജ്യങ്ങളുടെ ലിസ്റ്റ്. കാര്യം അത് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ആ ഒരു സാധനം ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ണും പൂട്ടി 4 മാർക്ക് കിട്ടും. അപ്പം നമുക്ക് തന്നേക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ. അതായത് റൂൾ ഓഫ് ലോയുടെ കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? നമ്മുടെ ബ്രിട്ടനിൽ നിന്നാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടർണിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള വാക്കുകളാണ് ലിബർട്ടി, ഫ്രട്ടർണിറ്റി, ഈക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള 3 കാര്യങ്ങളാണ്. എന്തൊക്കെ? ലിബർട്ടി, ഫ്രട്ടർണിറ്റി, ഈക്വാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തുവാ? ഫ്രാൻസ് ആണ് രാജ്യം. പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ. നമ്മുടെ മൗലിക അവകാശങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണ്? നമ്മുടെ അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അയർലൻഡിൽ നിന്നാണ്. അതായത് നിർദ്ദേശക തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ്. അത് കേട്ടോ, നമുക്കിപ്പോൾ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അതായത് ഈ കടമെടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ഭരണഘടന എന്തൊക്കെ ആശയങ്ങൾ ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടെന്ന് നമ്മൾ ഏറ്റവും ഇതായിട്ട് പഠിച്ചിരിക്കണം. കുറച്ചല്ലേ ഉള്ളൂ. ബ്രിട്ടനുണ്ട്, അമേരിക്കയുണ്ട്, നമ്മുടെ ഫ്രാൻസ് ഉണ്ട്, അയർലൻഡ് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഈ 5 രാജ്യങ്ങൾ പഠിച്ചാൽ മതി. കൂടുതലൊന്നും നിങ്ങൾ പഠിക്കാനും പോകണ്ട. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കണ്ണും കൂട്ടി ഒരു 4 മാർക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ കിട്ടും. എക്സാമിന് നല്ല രീതിക്ക് ഇതിനെ പറ്റിയിട്ട് പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലാണ് ഇത്
ഒന്നും പഠിച്ചിട്ടില്ല, ഈ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾ നേരെ ചെല്ലുക, ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഇത് മാത്രം പഠിക്കുക, പോവുക നേരെ എക്സാമിന്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു 4 മാർക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.